നമസ്കാരം. നാളെ ജൂൺ 15 ഞായറാഴ്ചയാകുന്നു. നാളത്തെ ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം പുതിയൊരു മാസം, മിഥുനമാസം ആരംഭിക്കുന്ന ദിവസമാണ്. നാളത്തെ ദിവസം എന്തെല്ലാം കാര്യങ്ങൾ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. അതായത് ചില രാശിക്കാർക്ക് നാളത്തെ ദിവസം വളരെ അനുകൂലം തന്നെയാണ്. മാസത്തിലെ ആദ്യ ദിവസം തന്നെ ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആദ്യത്തെ രാശി ഇടവം രാശി. കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്നത്. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേതൃഗുണം പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമായി തന്നെ മാറാവുന്നതാണ്. പല കാര്യങ്ങളിലും അത് പ്രകടമാക്കുവാൻ സാധിക്കും. സന്ദർഭോചിതമായി തീരുമാനങ്ങൾ കൈക്കൊള്ളുക, പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിക്കാവുന്ന കാര്യം തന്നെയാകുന്നു. സുഹൃത്തുക്കൾക്കിടയിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾക്കുള്ള പോംവഴി മറ്റുള്ളവർ, അതായത് സ്വയമോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ മറ്റ് വ്യക്തികളോ നിങ്ങൾക്ക് നിർദ്ദേശിച്ച് നൽകാവുന്നതാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. അത് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ ചില വിഷമങ്ങളുമായി ബന്ധപ്പെട്ടും ആകാവുന്നതാണ്. അത്തരം കാര്യങ്ങളും സംഭവിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സക്രിയരാകുന്നതായ ദിവസമാകുന്നു. ചില കാര്യങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം പ്രവർത്തിക്കേണ്ടതായി വരാം. അത്തരം ചില കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയമാകുന്നു. സന്തോഷം നൽകുന്നതായ ദിവസമായി തന്നെ മാറാം. ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക പുരോഗതിയോ അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള തുടക്കമോ ആരംഭിക്കുവാൻ സാധിക്കുന്നതായ ഒരു ദിവസമായി തന്നെ മാറാം. അഭിപ്രായങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുവാനും ആ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർക്കിടയിൽ സ്വീകാര്യത ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാക്കുന്നു. കുടുംബത്തോടൊപ്പം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കാവുന്നതായ സമയമാണ്. യാത്രകൾക്കുള്ള അവസരങ്ങൾ ഇന്നേ ദിവസം വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാക്കുന്നു. എന്നാൽ ഇന്നേ ദിവസം ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ചെലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാക്കുന്നു. അത്തരത്തിൽ ധനം കൈകളിൽ നിന്നും നഷ്ടമാകുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അല്പം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം സൂര്യദേവനെ പ്രാർത്ഥിച്ച് ഇന്നേ ദിവസം ആരംഭിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. വിളക്ക് തെളിയിച്ച് സൂര്യദേവന്റെ അതിവിശേഷപ്പെട്ടതായ മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ശുഭകരം തന്നെയാകുന്നു. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു സമയം തന്നെയാകുന്നു. ഗുണത്തിനും ദോഷത്തിനുമുള്ള സാധ്യതകളുണ്ട്. അതായത് ചില കാര്യങ്ങൾ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതിനാൽ നഷ്ടങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ ധനപരമായ നഷ്ടങ്ങൾ, ധനപരമായ ചെലവ് വർദ്ധിക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. എന്നാൽ ഇന്നേ ദിവസം ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. സ്വതന്ത്രമായി ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും നിരാശയുണ്ട് എങ്കിലും ഇന്നേ ദിവസം അത് മറക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ യാത്രകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം വീട്ടിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ, ആവശ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ നടത്തി കൊടുക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന് തന്നെ പരാമർശിക്കാം. വാഗ്ദാനങ്ങൾ ചിലത് പാലിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സംസാരിക്കുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. അത് തർക്കങ്ങൾക്ക് കാരണമായി തീരാം.
മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. പ്രതീക്ഷിക്കുന്നതായ ധനം കൈവശം വന്നു ചേരുകയോ അല്ലെങ്കിൽ ധനപരമായ ആവശ്യങ്ങൾക്ക് ചില പോംവഴികൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ ചില പ്രവൃത്തികൾ ചെയ്യുകയും, അതായത് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നതായ, ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രതീക്ഷിക്കാതെ തന്നെ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ സമ്മാനമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുവാനോ സാധിച്ചു എന്ന് വരാം. വളരെയധികം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങളാകുന്നു. ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യം മറച്ചുവെച്ച് സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങളും കടന്ന് വരാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം അനുകൂലം തന്നെയാകുന്നു. സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായ സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ അതല്ല കച്ചവടവുമായി ബന്ധപ്പെട്ടോ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള, ധനപരമായ അല്പം ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. പൊതുവിൽ ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സഹായകരമായി തീരും. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്ന സമയമാണ്. അറിയുന്നതായ ചില കാര്യങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചു എന്ന് വരാം. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതിനാൽ അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും, അല്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് കാരണമായി തീരാം. ഇന്നേ ദിവസം ധനപരമായ ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. തെറ്റായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കുകയും അത് തിരുത്തി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. സൗഹൃദങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നേ ദിവസം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം വളരെയധികം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുക, ഇഷ്ട ആഹാരം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാതെ തന്നെ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പ്രണയ കാര്യങ്ങളിലും ഇന്നേ ദിവസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. വീട്ടിലെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. ജീവിത പങ്കാളിയുമായി മനസ്സ് തുറന്ന് സംസാരിക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. കൂടാതെ ഇന്നേ ദിവസം ആശയ ഭദ്രത ഉണ്ടാകുന്നതായ സമയമാണ്. കൂടാതെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ അത് ലക്ഷ്യപ്രാപ്തിക്കായി നിങ്ങളെ നയിക്കുന്നതായി മാറും. ആ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല കാര്യങ്ങളിലും അധ്വാനിക്കും എങ്കിലും ആ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇന്നേ ദിവസം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ തന്നെ നിങ്ങളുടെ വാക്കുകൾക്ക് വളരെയധികം വില ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ന്യായമായ ആവശ്യങ്ങൾ നടന്ന് ലഭിക്കുന്നതായ ഒരു ദിവസം തന്നെയാകുന്നു. ചില തർക്കങ്ങൾ, എതിർപ്പുകളെ കൂസാക്കാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തർക്കങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ, അതായത് സംവാദങ്ങളിൽ വിജയിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസവും, എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ വിഷമങ്ങൾ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇന്നേ ദിവസം സൂര്യദേവനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാണ്. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും.